ഹലോ ഗൈസ്, ആർദ്രം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ അടുത്ത് വെട്ടിക്കവല അമ്പലത്തിൽ പാൽപ്പൊങ്കാല ഇടാൻ പോയൊരു വീഡിയോ ആണ്. പൊങ്കാല കഴിഞ്ഞിട്ടിപ്പോൾ 2 ദിവസമായി എന്നാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവസരം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മ പൂവൊക്കെ വെച്ചുന്നുണ്ടേ. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അമ്മ, ഞാൻ, ആങ്ങള, പിന്നെ ആങ്ങളയുടെ ഭാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊങ്കാല ഇടുന്നിടത്തെത്തി. അമ്പലത്തിലോട്ട് അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യവും അവിടെ ചെന്നിട്ടാണ് കുപ്പ എടുക്കുന്നത്. നേരത്തെ കൂട്ടി എടുക്കത്തില്ല. നേരത്തെ കൂട്ടി എടുത്താൽ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ നേരത്തെ കൂട്ടി എടുക്കത്തില്ല. 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മൾ പൊങ്കാല ഇടുന്നത്. 3 പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു. അതായത് വെട്ടിക്കവല അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സ്കൂളുണ്ട്. സ്കൂളിൻ്റെ മുറ്റത്താണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇടുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും ഞങ്ങളുടെ ഭാര്യയും, ഞങ്ങൾ 3 പേരും ഇടുന്നുണ്ടായിരുന്നു. പാലും പഞ്ചസാരയും പഴവും മാത്രമാണ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നത്. കാശുമോൻ അവിടെ നിൽപ്പുണ്ട്. ആൾ നല്ല വാശിയിലൊക്കെ ആയിരുന്നു. അവന് വേണ്ടുന്ന കഴിക്കാനുള്ളതൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതാം. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൊങ്കാലയുടെ സമയമൊക്കെ ആയിട്ടുണ്ട്. കുറേ പൂജയും മന്ത്രമൊക്കെ ഉണ്ട് പൊങ്കാലയ്ക്ക്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ്, അങ്ങോട്ട് എടുക്കാനേ പറ്റത്തില്ല. നല്ല വെയിലുമുണ്ടേ. ഈ ഉള്ള വീഡിയോ ഒക്കെ നമ്മുടെ മോനാണ് എടുത്തിരുന്നത്. അവനാണ് വീഡിയോ ഒക്കെ പിടിച്ചു തന്നത്. നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണേ. അങ്ങനെ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഇടുന്നത്. എനിക്കെന്തോ ഇടാൻ പറ്റുന്നിടത്തോളം കാലം ഇടണമെന്നായിരുന്നു ആഗ്രഹം. അടുപ്പ് കത്തിക്കുന്ന സമയത്ത് കാശുമോൻ ഉണ്ടായിരുന്നു. അപ്പം നല്ല പുകയായി തുടങ്ങിയപ്പോഴാണ് ആൾ പോയത്. അപ്പോൾ ഫോണും എടുത്തുകൊണ്ട് പോയി വീഡിയോ ഒക്കെ എടുത്ത് തരാം അമ്മയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. എന്തൊക്കെ എടുക്കുന്നത്, എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും അറിയത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു സന്ദർഭമല്ലല്ലോ, നമുക്ക് എടുത്തു തരാനും ആരുമില്ലായിരുന്നു. എന്തായാലും എൻ്റെ മോനെ അത് കൃത്യമായിട്ട് നിർവഹിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ടുപോയി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോ എടുത്ത് തന്ന്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ആ ഒരു കളിപ്പാടം ഉണ്ടല്ലോ, അത് കാശി ഇവിടെ വന്ന ടൈമിൽ വാങ്ങിയതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, കുറേ അതിൻ്റെ കൊണ്ട് കെട്ടി, അതിൻ്റെ കാറ്റൊക്കെ പോയാട്ടോ. അത് സൈഡിൽ കെട്ടിയിട്ടേ ആ കിണറിൻ്റെ സൈഡിലൊക്കെ അടിച്ചിട്ട് അത് സൈഡൊന്ന് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കാറ്റൊക്കെ പോയി. അങ്ങനെ കുറേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാ അരിപ്പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ അമ്പലങ്ങളിൽ, അരി ശർക്കരയൊക്കെ ഇട്ടും. അപ്പോൾ നമ്മൾ ഇടുന്ന കൂട്ടേ അല്ല ഇത്. ഇതിന് കുറേ മന്ത്രങ്ങളും പൂജകളൊക്കെ ഉണ്ട്. അത് നമ്മൾ മൈക്കിലൂടെ വിളിച്ചറിയാൻ നമ്മൾ ഏറ്റു പറഞ്ഞിട്ടാണ് ഓരോ ഘട്ടവും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അതുക്കും നിൽക്കുന്നതിനൊക്കെ മനസ്സ് വിചാരിച്ച് നമ്മുടെ മോന് വേണ്ടിയിട്ട് ഇടുവാണേ. അമ്മ ഇടുന്നുണ്ട്. അമ്മ ചേച്ചിയുടെ മോന് സുഖമില്ലാതിരുന്ന സമയത്ത് നേർന്നതാണ്, അതുകൊണ്ട് അമ്മ ഇടുന്നുണ്ട്. പിന്നെ ആങ്ങളുടെ ഭാര്യ, ആങ്ങളെയും അവർ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവരും ഇടുന്നുണ്ട് പൊങ്കാല. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ വർഷത്തെ തിരക്ക് ഈ ഏരിയയിൽ കാണുന്നില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഇവിടെ കലോത്സവമായിരുന്നു സ്കൂളിൽ. അതുകൊണ്ട് അവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റേജും കാര്യങ്ങളൊക്കെ. ബാക്കിലായിട്ട് മതിലിൻ്റെ പണി നടക്കുന്ന അതിൻ്റേതായ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൊങ്കാല ഒരു വിധമൊക്കെ ആയിക്കട്ടോ. പാലും പഞ്ചസാരയും പഴവും മാത്രമുണ്ട്, അത് പെട്ടെന്നാകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ വിറകൊക്കെ വിറകല്ല, നമ്മൾ ചൂട്ട് കൊണ്ടുപോകല്ലോ, അതൊക്കെ അത്യാവശ്യം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നുള്ളിപ്പറക്കിയാണ് നമ്മൾ ഇട്ടത്. പെട്ടെന്ന് തീർന്നു. നമ്മൾ സാധാ വീട്ടിൽ വെക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുന്ന പാലുണ്ടല്ലോ, അത് ഇവിടെ വരാൻ നല്ല താമസിക്കും. അങ്ങനെ നമ്മുടെ പൊങ്കാല കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പൊങ്കാലയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്, നേദിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ മോന് വീഡിയോ എടുക്കട്ടെന്ന് നിന്ന് പാലും പഴമൊക്കെ ഇട്ട് കുടിക്കുകയാണ്. ആൾക്കാർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയൊന്നും കേൾക്കുന്നുണ്ട്. സൂപ്പറാണോ? പാത്രത്തിൽ കൊടുത്ത് പോരാഞ്ഞിട്ട് ആൾ കണ്ട് സ്വന്തമായിട്ട് തവിയിലൊക്കെ കോരി കുടിക്കുന്നുണ്ട്. ആൾക്ക് ഒരുപാട് ഇഷ്ടമായത്. ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.